ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല, അത് ഈ ചെറിയ ചാളയാണ് കേട്ടോ. ചാള വറ്റിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നീട് ഇത് തക്കാളി, കാന്താരി മുളക് ചതച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ അതേ നമ്മുടെ മണമുള്ള മുളക്, പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില. ഇത്രയുമാണ് ഇതിനകത്ത് ചേർക്കാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ചല്ല, നമുക്ക് ഈ ചാള മൊത്തം ഇടാം കേട്ടോ. ഈ ചാള മുഴുവനും ഞാൻ ഇടുകയാണ്. കണ്ടില്ലേ, ചാള മുഴുവനും ഇടുകയാണ്. കൂട്ടത്തിൽ ഞാൻ ഈ തക്കാളി, കാന്താരി മുളക് ചതച്ചത്, നല്ല വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ അതെ ഈ 2 മുളകും കൂടി ഇടുകയാണ് കേട്ടോ. പിന്നീട് ഈ സവാള, ലേശം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ആവശ്യത്തിനാണ് കേട്ടോ. പിന്നെ സ്വല്പം മുളക് പൊടി മതി കേട്ടോ, ചെറിയൊരു കളറിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ലേശം മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് ഇത്തിരി കൂടുതൽ വേണം കേട്ടോ അതിന്. അപ്പോൾ നമ്മളത് കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, സ്വല്പം കൂടി ഇട്ടേക്കാം. അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യണം ഇതിനകത്ത്. എന്നിട്ട് നമ്മുടെ എല്ലാത്തിനും പുറമെ നമുക്ക് ഉപ്പ് വേണമല്ലോ, അപ്പം അതില്ലാത്തൊരു കളിയില്ലല്ലേ. അപ്പോൾ അതിന് പാകത്തിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ യോജിപ്പിക്കണം, നല്ല പാകത്തിന് യോജിപ്പിച്ച് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോഴാണ് ആ ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് നല്ല പാകത്തിന് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ. നമുക്ക് കപ്പയിലൂടെയും നമ്മൾ ചക്കയിലൂടെയൊക്കെ കഴിക്കാം, ചക്കക്കറിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇതിപ്പോൾ ലേശം കൂടെ നമുക്ക് ഒത്തിരി കറിവേപ്പില വാരിയും ഇടാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത് കുക്കറിനകത്ത് നമ്മൾ ഒരു 2 വിസിൽ നല്ല രീതിയിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ചാള വറ്റിയിൽ നല്ല റെഡിയാവും. അപ്പോൾ ഞാനിത് കുക്കറിനകത്ത് സെറ്റ് ചെയ്തു നല്ല പാകമാക്കിക്കൊണ്ട് വരുന്നു. ഞാൻ കുക്കറിനകത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചൂടൊക്കെ മാറ്റി ഞാൻ പാത്രത്തിലോട്ട് ഇടുകയാണ് കേട്ടോ, പ്ലേറ്റിലോട്ട് മാറ്റി. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ, അതല്ല അടിപൊളിയാണ്. അപ്പോഴിതേ കണ്ടില്ലേ, നല്ല അടിപൊളി ചാള വറ്റിയിലാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നല്ല സൂപ്പറാണ് കേട്ടോ.